ഹലോ ഗൈസ്, എൻ്റെ പേര് എല്ലാ മച്ചന്മാർക്കും വേണ്ടി എൻ്റെ ഒരു പുതിയ കിടക്കൊച്ചു വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് ഫാമിൻ്റെ രണ്ടാമത്തെ പാർട്ട് പോയിട്ട്. അത് വേറെ കാര്യം, എപ്പിസോഡ് കൂടിക്കാടും. ബട്ട് ഫാമിൻ്റെ എൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം ലാസ്റ്റ് ടൈം ഞാനിവിടെ ഇത്രയാണ് സെറ്റ് ചെയ്തത്. ഇന്ന് ഞാനിതിൻ്റെ ബാക്കി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പണിയുണ്ട് ഇനി അങ്ങോട്ട്, ഒരുപാട് പണി. ഞാൻ പറയാൻ തെറ്റി പോയി, നമ്മൾ 50% കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനിയും കിടപ്പുണ്ട് 50%. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഡേറ്റ് വേണം. എനിക്ക് ബേസിക് പോകേണ്ടി വരും. കുഴപ്പമില്ല, ഈ ബ്ലോക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് വില്ലേജറെ കൊണ്ടുവരാൻ ഈ ഏണി പറ്റില്ല. വില്ലേജർ ഏണി ഏറണ്ടേ. ജോ രക്ഷപ്പെട്ട്. എൻ്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ, അവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ ബ്ലോക്ക് ഇട്ട് കൊണ്ടുവന്നല്ല റെയിലി വില്ലേജർമാരെ കൊണ്ടുപോകാൻ പറ്റൂ. അത് തന്നെ എന്തായാലും ചെയ്യും. ഞാൻ ഈ ഏണി പൊട്ടിച്ചളഞ്ഞ് റെയിലാക്കി നിൽക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ലൈക്ക് അടിച്ചിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ അത്ര നല്ല പാട്ട് പാടിയിട്ട് പോയി നിങ്ങൾ. കമൻറ്റും ഒരു കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ഒരു കമൻ്റ് അല്ലേ, കമൻറ്റ് ഇട്. കഴിഞ്ഞ പ്രാവശ്യം പാടി പാട്ടിൻ്റെ കമൻറ്റ് ഇട്. അത് ഇതിനകത്ത് കേൾപ്പിക്കാം. എന്തായാലും ഇനി ഒരുപാട് പണിയുണ്ട്. ഉണ്ട് തോന്നി ചത്തൊന്നു. വീട് ചത്തേ. വീണ്ടും ചത്തേ. എൻ്റെ ആർമാറിന് ഒട്ടും ഡ്യൂറബിലിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്തായാലും ഞാനിപ്പം അവിടെ നിന്ന് ഇവിടം വരെ ബ്ലോക്ക് ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. XP ഫാം. എനിക്ക് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോയിട്ട് ആ നടുക്ക് ചെല്ലണം. ഓക്കെ, നൈസ് നൈസ്. പതുക്കെ പോയാൽ ധൃതിയൊന്നുമില്ല. അയ്യോ, എന്നെ വെള്ളം വലിക്കുന്നു. അയ്യോ, സ്പീഡ് കിടക്കുക. അത്ര അത് കരുതി. 2 ബ്ലോക്ക് കൂടെ വെക്കണം. നടുക്ക് ബ്ലോക്ക് വെച്ച് പോകണം. ഞാൻ ആദ്യം ഇതല്ലേ സെൻറ്ററിലൊരു ബ്ലോക്ക് വെക്കണം. അതിൻ്റെ സെൻറ്ററിലൊരു ബ്ലോക്ക്. ബാക്കി ബ്ലോക്കൊക്കെ ആവശ്യമില്ല, അവിടെ കിടക്കണം. ഇനി നമ്മൾ ഇത് 1 2 3 4 ബ്ലോക്ക് പുറകിലോട്ട്.
ഇനി ഇത് അവിടെ ബേസ് വെച്ചിട്ട് പോകേണ്ടി വരും. ഹായ് തീർന്ന 2000 years later. ഗൈസ്, ഞാൻ എൻ്റെ സന്തോഷത്തെ കണ്ടുപിടിച്ചു. അയ്യോ, ആ കാണുന്ന ഡയമണ്ട്. അയ്യോ, ഞാൻ മൈൻഡിന് വേണ്ടി വന്നതാണ്. കാര്യം എനിക്ക് കുറച്ച് റേറ്റ് ഉണ്ടാക്കണമായിരുന്നു. ആടടിക്കുന്നേ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു ഡയമണ്ടിനെ. ഈ ഡയമണ്ട് നമുക്ക് മൈൻഡ് ചെയ്യാം. ബട്ട് ഫോർച്യൂൺ കിട്ടുമ്പം കാര്യം അറിയാലോ, ഇങ്ങനെ മൈൻഡ് ഒരു ഡയമണ്ട് കിട്ടും. ഫോർച്യൂൺ വെച്ച് മൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഭാഗ്യമുണ്ടേ 10-15 എണ്ണം കിട്ടും. അവിടെ എവിടെ നിന്നാണ് കടിക്കുന്നത്? ഇത് കണ്ടോ, താഴെ 10-15 എണ്ണം കാണും. ഇതിന്റെ താഴെ 10 എണ്ണം. 10 ഡയമണ്ട് ഇപ്പറങ്ങി വരും. ഇതിപ്പുറത്ത് ഇവിടെ കാണും. ഞാൻ പറ്റിക്കപ്പെട്ടു. ഗോൾഡ് വേണം പവർ ഡ്രൈവ് ഉണ്ടാക്കാൻ. അപ്പം ഇതൊരു സ്പീഡിൽ പൊക്കോളൂ, ഞാങ്ങന്ന് പറഞ്ഞു നോക്കോളൂ. അപ്പം അതിൻ്റെ റെഡ് സ്റ്റോണും കൂടെ വേണം. അതെന്തേ ഇവിടെ കിടപ്പുണ്ട്. ഒരു സ്റ്റാക്ക് മാരി പൊട്ടി. എൻ്റെ ആർമർ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അയമ്മ ചെയ്യാൻ വന്നത് ഇവന്മാർ മിക്കവാറും എൻ്റെ ആർമർ പൊട്ടിച്ചുവിടും. ഇവന്മാര് ഇങ്ങനെ തന്നെ സോംബീസായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് എൻ്റെ ആർമർ മുഴുവൻ പൊട്ടിച്ചിട്ട് ആയം തപ്പിയെടുത്തിട്ട് ബേസിക് കൊണ്ട് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടാ. ഞാൻ കേവി ബൈക്ക് മുതിരി ഈ മുജാങ്ങൊക്കെ ഞാൻ ഗോൾഡ് മൈൻ ചെയ്തപ്പോൾ ഒരു ഡയമണ്ട്. ഐ ലൈക്ക് ബെഡ്റോക്ക്. അനീഷ് ജാവ നിർത്തി ഞാൻ ബെഡ്റോക്ക് വരാൻ പോവുക. ഇവിടെ ചെന്ന് പറ്റിച്ച് കുഴപ്പമില്ല. ഇവിടെ ഡയമണ്ട് അതിൻ്റെ താഴെ കാണും. ബട്ട് ഐ ലൈക്ക് ബെഡ്റോക്ക് അഡീഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. മൈൻഡ് ചെയ്യാൻ വന്ന ബെഡ്റോക്ക് അഡീഷൻ നമുക്ക് ഡയമണ്ട് തരും. നൈസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പവർ ഡ്രൈല്, ഇത് പിന്നെ 18 റെസ്റ്റോൺ ടോർച്ച്, വേറെ നമുക്ക് എക്സ്ട്രാ ഒരു ബ്ലോക്ക്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ആർമർ പൊട്ടിയിട്ടില്ല. ബട്ട് ഡ്യൂറബിലിറ്റി നോക്ക്. ഞാൻ ഇപ്പം ചാവും. എത്രയും കൂടെ റെയിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. തികഞ്ഞാൽ മതിയായിരുന്നു. തികയണേ. ഞാൻ അപ്പം ഒരു സ്റ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതത്ര വായേനെ. ഒരു കാര്യം ഞാൻ ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന കുറച്ച് പവർ ഡ്രൈവ് ഇനി ഞാൻ അയണുറപ്പിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വീഡിയോ ടൈമിന് വരണമെന്നില്ല. അതുകൊണ്ട് ബാക്കി നമുക്ക് ലൈവിൻ്റെ അകത്ത് ചെയ്യാം. അപ്പം ലൈവിൽ തന്നെ ഞാൻ ഫിനിഷ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ലൈവ് ടൈം എന്ന് പറയുന്നത് 7:30 അപ്പോൾ എല്ലാവരും വരണം. വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനല്ലേ.